അപ്പോൾ ഇന്ന് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു പകുതി ദിവസം നീണ്ടു നിന്ന ഒരു വർക്ക്ഷോപ്പാണ് ഇന്ന് നടന്നത്. IT മേഖലയിൽ അല്ലെങ്കിൽ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന 3 കമ്പനികൾ അവർക്ക് ലഭ്യമായിട്ടുള്ള ടെക്നോളജികൾ എന്താണ്, ശബരിമലയിൽ നിന്ന് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള പ്രസൻറ്റേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ ക്രൗഡ് എന്ന് പറഞ്ഞുകൂടെ പിൽഗ്രിം മാനേജ്മെൻറ്റ് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, അവരുടെ വെയിറ്റിംഗ് ടൈം എങ്ങനെ കുറയ്ക്കാം, ഓരോ സ്ഥലത്തുമുള്ള ക്രൗഡ് എത്രയാണെന്ന് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു പ്രഡിക്റ്റീവായിട്ട്, റിയാക്റ്റീവായിട്ടല്ല പ്രഡിക്റ്റീവായിട്ട് AI നമ്മളെ എങ്ങനെ സഹായിക്കും, ഓരോ സോൺ കപ്പാസിറ്റി, ഓരോ സോണിൻ്റെയും കപ്പാസിറ്റി വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കൺട്രോൾ റൂം നമുക്ക് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ പിൽഗ്രിംസിൻ്റെയും വാഹനങ്ങളുടെയും മൂവ്മെൻറ്റ് എങ്ങനെ ക്രമീകരിക്കാം, അതുപോലെ തന്നെ ക്രൗഡ് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ടെക്നോളജി എങ്ങനെ സഹായിക്കും, ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ, കൂട്ടം തെറ്റിപ്പോകുന്ന ആളുകൾ, അവരെ കണ്ടെത്താനുള്ള സഹായം, അതൊക്കെ തന്നെ ഈ ടെക്നോളജി വഴി സാധിക്കും. അതുപോലെ തന്നെ നിലയ്ക്കലും പമ്പയിലുമൊക്കെയുള്ള പാർക്കിംഗ്, അശാസ്ത്രീയമായിട്ടുള്ള പാർക്കിംഗ് മാറ്റി ഒരു ഇഫക്റ്റീവ് പാർക്കിംഗ് മാനേജ്മെൻറ്റ് എങ്ങനെ നടത്താം, പിന്നെ പിൽഗ്രിംസുമായിട്ട് തന്നെ ഒരു റിയൽ ടൈം ബേസിസിൽ SMS വഴിയോ വാട്സാപ്പ് വഴിയോ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ എങ്ങനെ അവിടുത്തെ ഓരോ സ്ഥിതി അനുസരിച്ച് കൊടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ വേസ്റ്റ് അക്യൂമുലേഷൻ, എവിടെയെങ്കിലും വേസ്റ്റ് റിമൂവ് ചെയ്യാതെ കിടക്കുന്നുണ്ടോ, കൊച്ചു അപകടങ്ങൾ വല്ലതും നടത്തിയിട്ടുണ്ടോ, ആർക്കെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ ഓൺ ദ റൂട്ട്, പിന്നെ എവിടെയെങ്കിലും വെള്ളം പൈപ്പ് പൊട്ടിയിട്ടുണ്ടോ, തുടങ്ങി ഇതൊക്കെ ഇപ്പോൾ വളരെ മണിക്കൂറുകളെടുത്ത് മാത്രം നമ്മൾ റെക്ടിഫൈ ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ സമയാസമയം തന്നെ അറിയിക്കാനും ഒക്കെ തന്നെ ഈ ടെക്നോളജി കൊണ്ട് സാധിക്കും. മറ്റൊന്ന് ഇതിൻ്റെ സേഫ്റ്റി, ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ്, വാട്ടർ ടാങ്കുകൾ, അവിടെയെല്ലാം നിരന്തരമായി 24 hours ജാഗ്രതയ്ക്ക് വേണ്ടി ക്യാമറ സ്ഥാപിക്കുക തുടങ്ങി ഈ ആർട്ടിഫിഷ്യൽ AI എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറകളും അതിൻ്റെ നെറ്റ്വർക്കും ഡ്രോൺസും ഒക്കെ കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ സാധ്യതകളെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച പ്രധാനമായിട്ടും ചർച്ച നടത്തിയത്. അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കുക. അതുകൊണ്ട് മനോജ് എബ്രഹാമാണ് ഇത് സംഘടിപ്പിക്കുന്നതിന് നമ്മളെ സഹായിച്ചത്. പിന്നെ ആനന്ദ് പത്തനംതിട്ട SP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമാണിത് ഇതിൻ്റെ ഈ ശാസ്ത്രീയമായ സമീപനമില്ലാത്തതിൻ്റെ ദോഷം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയുടെ ഒരു സാങ്കേതിക സ്വഭാവം മനോജ് എബ്രഹാം നിങ്ങളോട് പറയും. ഞാനതിൻ്റെ പൊതുവായിട്ട് എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സർ സൂചിപ്പിച്ച പോലെ നമ്മൾ ശബരിമലയിലെ പിലിഗ്രിം മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഉപയോഗിച്ച് ക്രൗഡ് എങ്ങനെ മാനേജ് ചെയ്യാൻ, ബെറ്ററായിട്ട് മാനേജ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും വലിയ പ്രശ്നം പോലീസ് സാധാരണ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർ ക്രൗഡിങ് ആയിട്ട് പ്രശ്നം വരുന്ന കാര്യങ്ങളാണ്. സീസണിൽ 2-3 പ്രാവശ്യമായിരിക്കും അത് വരുന്നത്, പക്ഷേ അത് കുറേ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ടെക്നോളജി അവൈലബിളാണ്. നമുക്ക് ഡേറ്റ ഉപയോഗിച്ച് നമ്മുടെ ക്യാമറ, ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ ഹൈ റെസൊല്യൂഷൻ ക്യാമറാസ് ഉണ്ട്, IR ബേസ്ഡ് ക്യാമറാസ് ഉണ്ട്, IR സെൻസേഴ്സ് ഉണ്ട്, അതല്ലാതെ ഡ്രോൺ ബേസ്ഡ് ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ശബരിമലേനെ GPS മാപ്പിൻ്റെ അത് കൊണ്ടുവന്നിട്ട് ഹീറ്റ് മാപ്സ് വെച്ചിട്ട് എപ്പോഴാണ് ഈ ക്രൗഡ് കൂടാൻ പോകുന്നത്, അല്ലെ കൂടുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് നടത്താൻ സാധിക്കും. അപ്പോൾ ആ പ്രഡിക്റ്റീവ് അനാലിസിസ് നടത്തി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നില്ല, AI തന്നെ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണമെന്ന് പറഞ്ഞ് ഈ പോലീസ് ഓഫീസേഴ്സിനെ, ഇപ്പോൾ ഒരു 2000 പോലീസ് ഓഫീസേഴ്സ് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ SMS-ലും വാട്സപ്പിലും എന്തോ ആ ഇൻസ്ട്രക്ഷൻ, എന്തോ ആ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു സോണിൽ ആൾക്കാർ എന്തോ ചെയ്യണം, ഇങ്ങനത്തെ ഒരു ക്രൗഡ് വരുന്നുണ്ട്, അത് പ്രിവെൻറ്റ് ചെയ്യാനും സെഗ്രിഗേറ്റ് ചെയ്യാനും എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ AI തന്നെ സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആൾ മാറിയാലും ഓഫീസർ മാറിക്കഴിഞ്ഞാൽ, നമുക്കറിയാം നേരത്തെ ഓഫീസർ മാറിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ ഡിഫറെൻറ്റ് സീസൺ വരുമ്പോൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് AI തന്നെ ജനറേറ്റ് ചെയ്ത്, ഈവൻ ഇപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ, റെയിൻസ് അല്ലെ എന്തെങ്കിലും ലൈറ്റ്നിങ് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആ സീസണിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് തന്നെ ഈ AI സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷനും ജനറേറ്റ് ചെയ്ത് ആൾക്കാർക്ക് തന്നെ കൊടുക്കുന്ന ഒരു സംവിധാനം, ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടൊരു സംവിധാനമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ടെക്നോളജി വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഇതുവരെ അത് ശബരിമലയിൽ വളരെ കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല.
അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ പോലീസുകാർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എണ്ണവും നമുക്ക് നല്ല ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. നല്ല എഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് അത് ഇൻഫർമേഷൻ കൊടുത്തോണ്ട് ഇപ്പോൾ ഒരാൾ പമ്പയിൽ എത്തുന്നു അല്ലെങ്കിൽ നിലക്കലിൽ എത്തുന്നു തന്നെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ പിലിഗ്രിമിന് ഒരു ഇൻഫർമേഷൻ കാണും, ഇത്രയും മണിക്കൂറിൽ എനിക്ക് പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തിരക്കുണ്ട്. ആ റെഗുലറായിട്ട് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് നമ്മുടെ മാപ്പ് നമ്മളെ സഹായിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഒരു AI സിസ്റ്റമാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഡിസ്കഷൻ എക്സ്പേർട്സായിട്ട് ഡൽഹിയിൽ നിന്നും മറ്റേതും ബോംബെ, ചെന്നൈ എല്ലായിടത്തു നിന്നും വന്നിട്ട് അവർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. SP പത്തനംതിട്ട എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് സമർപ്പിച്ചിട്ട് ഈ വർഷം തന്നെ അറ്റ്ലീസ്റ്റ് സാർ പറഞ്ഞ പോലെ ഒരു പാർട്ടായിട്ട് ഫേസസ് വേലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് വേലും ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ശബരിമല സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. പോലീസിംഗ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ സാറുടെ സപ്പോർട്ടോടെ നമ്മുടെ ഈ ഫേസ് 1 ഈ സീസൺ തന്നെ ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ പറയുന്ന സൊല്യൂഷൻസ് കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രത്യേകമായി വരുന്നത് കൂടുതൽ മിസ്സിംഗ് ആണ്. ഈ കുട്ടികൾ പ്രായമായ മിസ്സിംഗ് വരുമ്പോൾ നമ്മൾ മാനുവലായിട്ടാണ് അവരെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ എനേബിൾഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറാസ് ഉള്ളപ്പോൾ നമ്മൾ ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ക്യാമറാസിലും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിസ്സിംഗ് പേഴ്സൺ എവിടെ ലൊക്കേറ്റ് ആണെന്ന് നമുക്ക് വിത്തിൻ എ മിനിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറാസ് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ടെമ്പിൾസിലെ ഏതെങ്കിലും ക്രിമിനൽസ് ഇല്ല അൺവാണ്ടഡ് ആന്റി സോഴ്സസ് ഉണ്ടെങ്കിൽ അവരുടെ ഡേറ്റാബേസ് കൂടി നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ അപ്പൊ അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു പോലീസിംഗ് ആസ്പെക്ടും കൂടി ഇതിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് effective pilgrim management and also temporal safety aspects കൂടി നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ മീറ്റിംഗ് കൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാധ്യതകളെ പറ്റിയാണ് ഞങ്ങളെന്ന് മനസ്സിലാക്കിയത്. ഹൗ ടു ഗോ അബൌട്ട് ഇത്, എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെക്ക് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അധികം സമയമില്ല ഇനിയിപ്പോൾ. ഇനി ശരിക്കും പറഞ്ഞാൽ 150 ദിവസമോ മറ്റോ ഉള്ളൂ ശബരിമല സീസൺ ആരംഭിക്കാൻ. നവംബർ 15-നോ 16-നോ ആരംഭിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ സമയം പിന്നെയും കൈവിട്ടു പോവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധ്യതകളൊക്കെ മനസ്സിലാക്കി, വാട്ട് ആർ തിങ്സ് അവൈലബിൾ, ഇത് പോലീസുമായിട്ട് ഒരു റൗണ്ട് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസേഴ്സ് എന്നുള്ള നിലയ്ക്കും ഞങ്ങളുടെ കാര്യങ്ങളും കൂടി കണക്കിലെടുത്ത് ഏത് തരത്തിൽ ഒരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ വിളിക്കണം, RFP അല്ലെങ്കിൽ RFP തയ്യാറാക്കിയിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കണം. ആ ഫോർമാലിറ്റി കഴിഞ്ഞിട്ട് വേണം ഈ വരുന്നവരുടെ കപ്പാസിറ്റിയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അതിന് തീരുമാനിച്ച് ഒരു വർക്ക് അവാർഡ് ചെയ്യണം. ഇത്രയും നടപടിക്രമങ്ങളുണ്ട്. അത് മുഴുവൻ ഓഗസ്റ്റ് 15-ന് മുമ്പെങ്കിലും, ഇപ്പോൾ നമ്മൾ ജൂണിലേ ആയുള്ളൂ, ഓഗസ്റ്റ് 10 കൂടിയെങ്കിലും അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ ഒരു 90 to 100 days അവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും ഇത് പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും. പൂർണ്ണമായ എല്ലാം ചെയ്തില്ലെങ്കിൽ പോലും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഫേസ് 1 എന്നുള്ള നിലയ്ക്ക്, ഒരു പൈലറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ സീസണിൽ തന്നെ AI എനേബിൾഡ് ആയിട്ടുള്ള പിൽഗ്രിം മാനേജ്മെൻറ്റിലേക്ക് കടക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്.